ഒരു തടി വന്ന് കയറിയിരിക്കുന്നു. നോക്കാം. ഒരു കാഴ്ച കാണിച്ചിട്ട് കട്ടിൽ നോക്കുന്നത് കിടന്ന കട്ടിൽ കുറവാണ്. എത്ര ദേശീയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമേ. ഇത് മുണ്ടക്കൈ ടൗണാണ് ഇത്. ഇങ്ങനെ വരുന്നതാണ് മൊത്തം കടകളവിടെ. ഈ സൈഡിലെല്ലാം കടയായിരുന്നു. അവിടെ എല്ലാം വീടുകളായിരുന്നു. അതിൻ്റെ ബാക്കിലല്ലേ? കടയിലും ആരും കാണത്തില്ലായിരുന്നു അല്ലേ? കടയ്ക്ക് അടിഭാഗത്ത് എന്തെങ്കിലും അടിയിൽ താമസം ഉണ്ടായിരുന്നു? ഇല്ല, കട ബാക്കിൽ വീടുകൾ മാത്രമേ വീടുകളല്ലേ? പിന്നെ അവിടെ മൊത്തം വീടുകളായിരുന്നു. ആ സൈഡിലല്ലേ? നമ്മുടെ വീട്. ചേട്ടൻ്റെ പേരെങ്ങനാ? എൻ്റെ പേര് മോഹനൻ. എല്ലാവരും സേഫ് അല്ലോ? നമ്മളൊക്കെ ഇപ്പം നമ്മളെ ഏട്ടന്മാരും നമ്മളെ അമ്മ ബാക്കിക്കാരൊക്കെ പോയി എല്ലാവരും പോയി കിടക്കും. അതിൽ രണ്ടാളെ നമ്മൾ കിട്ടിയിരിക്കണേ. നമ്മളെ ഏട്ടൻ്റെ ചെറിയവനെയും കിട്ടി, പിന്നെ അമ്മനെയും കിട്ടി. അവരെല്ലാം എവിടെ താമസിച്ചിരുന്നത്? അവരൊക്കെ ഇവിടെ നമ്മളെ വീട്ടിൽ. എവിടെ? ഇവിടെ എത്ര വീടുണ്ടായിരുന്നതാണോ? 7-8 വീടുണ്ട്. 8 വീടുണ്ടായിരുന്നു. അപ്പോൾ 8 വീട്ടിൽ പോയ വീട് 1 വീട് 2 വീട് 3 വീട് 4 വീടൊക്കെ ആൾക്കാരെ പോയിട്ടുള്ളൂ. ആദ്യം 5ാമത്തെ വീട്ടിലുള്ള ആൾക്കാരെ പോയിട്ടുള്ളൂ. ഇവിടെ ഒരു വീട് ഉള്ളായിരുന്നോ? അവിടെ ഒരു വീട്, അവിടെ അതിന്റെ അപ്പുറത്ത് ഒരു വീട്. ഇവിടെ ഉള്ള 2 വീട്ടിലുള്ള ആൾക്കാർ മാറിപ്പോയി. അവർ ആ JCB എടുക്കുന്നത് അവിടെ 3 പേര് പോയി മിസ്സാണ്, കിട്ടിയിട്ടില്ല. ഇവിടെ വീടുണ്ടോ? ഇവിടെ വീടില്ല. ഇല്ല. ഇവിടെ മാത്രമാണ് വീട്, കാലി വീട് പോയത്. പിന്നെ അവിടെ മാറിയിട്ടില്ലേ? അവിടെ 5 പേരിൽ 2 പേരെ കിട്ടി, 3 പേരെ കിട്ടിയിട്ടില്ല. അതിന്റെ മേലെ 2 പേരെ കിട്ടിയിട്ടില്ല. ഇവിടെ ഒരാളെ കിട്ടിയില്ല. അതിന്റെ മേലെ 4 പേരെ കിട്ടിയിട്ടില്ല. ഭയങ്കര. ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ദൈവമേ, ഓരോരുത്തർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ വളരെ സങ്കടകരമായുള്ള കഥകളാണ്. ഇങ്ങനെ പോയി താഴേക്ക് സ്റ്റെപ്പായിട്ടുണ്ട്. അടക്കളൊക്കെ കൊണ്ട് താഴേക്ക് ചെയ്യല്ലോ. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ സംഭവമായിരിക്കാം. ഇവിടെ എത്ര വീടുണ്ടായിരുന്നു? ഇവിടെ എത്ര വീടുണ്ടായിരുന്നു? ഇവിടെ ഈ ബിൽഡ് ഇവിടെ അത് അറിയില്ല. ഞങ്ങളും നിങ്ങളമാതിരി തന്നെയാണ്. ഇവിടെ എത്ര വീടുണ്ടായിരുന്നു? ഇവിടെ എത്ര വീടുണ്ടായിരുന്നു?
പലരും പല എന്തോ ഒരു തുണീൻ്റെ വശം കിട്ടി. അവിടെ നിന്നാണ് പൊട്ടി ഒലിച്ചു വരുന്നത്. അതൊന്നും കണക്കില്ലാത്ത കണക്കില്ല. പണ്ടല്ലേ നമ്മളെ സ്കൂളിന്റെ മേലത്തെ പടിയിൽ ഇങ്ങനെ മൂന്ന് ഇന്ത്യക്കാരെ ബോഡി എടുത്ത് അത് കഴിഞ്ഞപ്പോ അവർ താമസിക്കണ എന്തായാലും ഒരാളായിട്ട് താമസിക്കില്ല. ബാക്കി മൊത്തം അതിനുള്ളിലുണ്ട്. അതൊന്നും ഇവിടുത്തെ അറിയത്തില്ല, അറിയില്ല. അതൊക്കെ ആരീസൻസിന്റെ ഇതിലാണ്. ആരീസൻസ് പണിക്കോണെന്ന് ഇതാക്കുന്നതാണ്. അവർക്ക് ഇത്രയും പൊട്ടിയിട്ട് അതിന്റെ മേലെ ഒരു റിസ്കോ എന്തോ അന്വേഷിക്കാൻ അവർ വന്നിട്ടില്ല. ആരീസൻസ് ആരും വന്നിട്ടില്ല. ഹിന്ദിക്കാര് ഒരുപാട് പേര് പോയി അല്ലേ? ജോലിക്കാർ മുഴുവൻ ഹിന്ദിക്കാരാ. ചപ്പെടുക്കുന്ന ഫുള്ള് ഹിന്ദിക്കാരാണ്. ഒരു കുടുംബമായിട്ടല്ല താമസിക്കുന്നത്. 10-12 പേരുണ്ട്. ഏറ്റവും കുറഞ്ഞ ഒരു 10-12. ഇന്ത്യക്കാരൻ എടുത്തപ്പോ വായിന്റെ ഉള്ളിലൊക്കെ മണ്ണ്. 2-3 കുട്ടികൾ ഈ രീതി വരെ കിട്ടുപോയി. ഇന്നലെ ഞങ്ങളുടെ പള്ളിക്കാരെ 5 പേരെ കിട്ടി. കൃഷ്ണപള്ളിയിലെ ഞങ്ങളുടെ ആൾക്കാരെ 5 പേരെ കിട്ടി. ഇവിടൊക്കെ എന്തുമാത്രം വീടുണ്ടായിരുന്നു? ഇവിടെ വേറോട് ഇനി തോട്ടം ഇത് കുറച്ച് അതൊക്കെ വീടുകളാണ്. അതിന്റെ അടിയിലുള്ളവരൊക്കെ പോയല്ലേ? ഇവിടെ ഇപ്പൊ 2 പേരുണ്ട് നമ്മളറിയുന്നേ. ആ 2 പേർക്ക് ഒരു 5-10 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം അവരുടെ ഇവിടെ വീടില്ല. അവരെല്ലാം റെസ്ക്യൂ പോയതോ? പോയില്ലേ? ഒരാളുടെ വ്യക്തിയുടെ സ്ഥലം 5 ഏക്കർ സ്ഥലമില്ല. അവിടെ ഇതിനകത്ത് വീടില്ല. 2 വീടിന് സ്ഥലമാണ് ഇപ്പോൾ ആളുകൾ ആ കൊന്നു നിൽക്കുന്നത്. 2 വീടാണ്. ആ 2 പേരെ കിട്ടി കേട്ടോ. 2 അവിടുത്തെ ഫാമിലി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ആ കാണുന്ന തോട്ടമാണ്. അത് തോട്ടമാണ്. ആരുടെ തോട്ടം? അത് മോഹൻലാലിന്റെ തോട്ടം എന്ന് പറഞ്ഞില്ലേ? ആ തോട്ടമാണ് കണ്ടറാളി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ ഏരിയ അതെ. പുഞ്ചിരി മട്ടം ന്യൂസിലാക്കത്തില്ലേ? പുഞ്ചിരി മട്ടം എന്ന് കേൾക്കുന്നില്ല. അതെ പുഞ്ചിരി മട്ടം ആ കാണുന്ന പുഞ്ചിരി മട്ടം. ഈ മോഹൻലാൽ എത്ര ഏക്കർ ഉണ്ട് ഇവിടെ? പുള്ളിക്ക് 100 ഏക്കർ ഇവിടെ ഉള്ളത്. പിന്നീട് ഇതല്ലേ അല്ലല്ല, അത് വരികയാണ് ഈ പുഴക്കിക്കര. ആ പുഴയില്ലേ? പുഴക്കിക്കര വരികയില്ലേ? പുഴക്കിക്കര പുള്ളിയുടെ തോട്ടമായിരുന്നു. അത് കുറച്ചിടങ്ങൾ ചെന്നിട്ട് അവിടെ ചെല്ലണം. ഇത് നിൽക്കുന്നത് ഒരു കുന്നില്ല. അത് മോഹൻലാലിന്റെ പാലം ഉണ്ടായിരുന്നു. അക്കരെ കിടക്കാം. എന്ത് തോട്ടമാ? ഏലത്തോട്ടം. ഇപ്പൊ ഏലത്തോട്ടം മൊത്തം ഒരിച്ചു പോയി? ഇല്ല, പുഴ പോലും കുറച്ചേ പോലും. ഈ ആ കുന്നില്ലേ? കുന്നുവാൻ കുറെ അങ്ങ് നീളത്തിൽ പോയിരിക്കാം. ഇത് വന്നിരിക്കുന്ന വലിയ ഫോറസ്റ്റിൽ വന്നിരിക്കുന്നത്. വെള്ളവർ പറയുന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു സൈറ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് പോന്നിരിക്കുന്നത്. ഇത് പഴയ പുഴ തന്നെയാണ്. പഴയ പുഴ തന്നെ. ഇത് സ്ഥലമായിരുന്നു കേട്ടോ. സ്ഥലമായിരുന്നു. അവിടെ ആയിരുന്നു പുഴയല്ലേ? ആ പോകുന്ന പുഴ. അത് തെളിഞ്ഞ വെള്ളം പോകുന്നില്ല. അതാ പുഴ. ഇതെല്ലാം സ്ഥലമാണ്. വീടും സ്ഥലവും 5-10 2-3 ഏക്കർ വരെ സ്ഥലമായിരുന്നു. ഏലത്തോട്ടം, കാപ്പിത്തോട്ടം, ഏലത്തോട്ടം. സ്ഥലം എവിടെ നിന്ന് വരുന്നത്? കട്ടിലൊക്കെ പടി കിടക്കുന്ന നോക്കി കിടക്കുന്ന കിടപ്പോടുകൂടി കൊണ്ടുപോകാനുള്ള ഇവിടെയുള്ള എല്ലാ ഫാമിലിയും പോയാലും 5-10 ഏക്കർ വസ്തു ഉണ്ടായിരുന്നതെല്ലാം പോയി. ഇവിടെ മൂടി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് തെരച്ചിൽ? എന്തിനും കിട്ടീനാ? റിസ്ക് അല്ലേ? താന്നു അല്ലേ? വലിയ പാറ. ഗ്യാസ് കുറ്റിയൊക്കെ വന്നിരിക്കുന്നു. എല്ലാം വാഷ് ഔട്ടായി. കട്ടിലേക്ക് കിടന്നവരൊക്കെ ദൈവമേ ഇങ്ങോട്ടൊക്കെ കയറി വരുന്നേ ഉള്ളൂ. മെഷീനും കൊണ്ട് കയറി വരുന്നേ ഉള്ളൂ.